വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, ഇന്ന് സഭയെ നയിക്കുന്ന മാർപ്പാപ്പയുടെ വാക്കുകൾ നിങ്ങളെ അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് പന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് ജാഗരണ പ്രാർത്ഥനയിലും പിന്നീട് കുർബാനയിലും 2 സന്ദേശങ്ങൾ നമുക്കായി നൽകിയിട്ടുണ്ട്. അതിൽ ഒരു സന്ദേശം പ്രത്യേകിച്ച് ജാഗരണ പ്രാർത്ഥനയിൽ അവിടുന്ന് നൽകിയ സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ സന്ദേശം അദ്ദേഹം നൽകിയത്. അതിൻ്റെ ഒരു ടൈറ്റിൽ, ശീർഷകം അല്ലെ പ്രധാനപ്പെട്ട ആശയം നാം എല്ലാം തീർത്ഥാടകരാണ് എന്ന കാര്യമാണ്. അത് പറയുന്നതിന് പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ട്. ജൂബിലി വർഷത്തിലാണ്, കർത്താവിൻ്റെ വരവിൻ്റെ ജനനത്തിൻ്റെ 2025-ാം വാർഷികം ആഘോഷിക്കുന്നത് ഒരു ജൂബിലി വർഷമായി ആണ്. അതിൻ്റെ വിഷയമായി നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണ്. അതുകൊണ്ട് മാർപ്പാപ്പ ഈ സന്ദേശത്തിലും നമ്മോട് പറയുന്നത് നാം തീർത്ഥാടകരാണ്. എങ്ങനെയാണ് ആത്മാവിൽ നിറഞ്ഞ് നാം ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ജീവിതം, ദൈവത്തിൻ്റെ ജീവിതം നയിക്കേണ്ടത് എന്ന സന്ദേശമാണ്. മാർപ്പാപ്പ അഭിസംബോധന ചെയ്തത് പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ പ്രസിദ്ധമായ ഗീതം വേനി ക്രയാത്തോർ സ്പിരിത്തു എന്ന് പറയുന്ന ആ വലിയ ക്ലാസിക്കലായിട്ടുള്ള പരിശുദ്ധാത്മാവിനോടുള്ള ലാറ്റിൻ പ്രാർത്ഥന ഗീതമായി ആലപിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ തുടങ്ങിയത്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, അതേ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നാം സഹായം യാചിച്ച ആത്മാവ് ഈശോയുടെ മേൽ വന്ന് ഇറങ്ങി അവൻ്റെ ദൗത്യത്തിൽ പ്രശാന്തമായ പ്രേരക ശക്തിയായി തീർന്ന ആത്മാവാണ്. കർത്താവ് തൻ്റെ പരിശുദ്ധ ജീവിതം ആരംഭിക്കുന്ന അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 ഇത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. നമ്മുടെ മനസ്സുകളെ പ്രബുദ്ധീകരിക്കണമെന്ന്, ഭാഷാപരം തരണമെന്ന്, ഇന്ദ്രിയങ്ങളെ ഉണർത്തണമെന്ന്, സ്നേഹം നിറയ്ക്കണമെന്ന്, നമ്മുടെ ശരീരങ്ങൾക്ക് ബലം തരണമെന്ന്, നമുക്ക് സമാധാനം നൽകണമെന്ന് നാം പരിശുദ്ധാത്മാവിനോട് ഈ ഗാനത്തിലൂടെ പ്രാർത്ഥിക്കുകയാണ്. അതുവഴി നാം ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് തുറക്കപ്പെടുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളിൽ സംഭവിക്കുമല്ലോ. സുവിശേഷമനുസരിച്ച് ഇതാണ് മാനസാന്തരത്തിൻ്റെ അർത്ഥം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കലാണ് മാനസാന്തരം. അതാണല്ലോ കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ മാനസാന്തരം സൃഷ്ടിക്കുന്നത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ തന്നെ അടുത്തായിരിക്കുന്ന രാജ്യത്തിലേക്ക് നാം തിരിയലാണ്. ഈ ദൈവരാജ്യം സമീപസ്ഥമാണ്, അത് സമാഗതമായിരിക്കുകയാണ്. അതിലേക്ക് നാം പ്രവേശിക്കണം, മാനസാന്തരത്തിലേക്ക് വരണം. നമുക്കറിയാം, ഈ പന്തക്കുസ്ത ജാഗരണത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ദൈവത്തിൻ്റെ ഈ സാമീപ്യത്തെക്കുറിച്ച് നാം ആഴത്തിൽ അവബോധമുള്ളവരായി തീരുകയും നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടേതിനോട് യോജിപ്പിക്കുന്ന അവൻ്റെ ആത്മാവിനെക്കുറിച്ച്, ഈശോയുടെ ആത്മാവിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരുകയും ചെയ്യണം എന്ന് പാപ്പ പറയുകയാണ്. ദൈവം നമുക്കായി നേടിയ രക്ഷയിൽ നാം ബന്ധപ്പെടുകയും അങ്ങനെ മരണത്തിൻ്റെ ശക്തിക്കും അതീതമായി
ജീവൻ്റെ നിറവിന് വേണ്ടിയുള്ള ആഗ്രഹം നമ്മിൽ നിലനിൽക്കുകയും ചെയ്യും. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണല്ലോ. എൻ്റെ മേൽ ആത്മാവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ഈശോ കൂട്ടിച്ചേർക്കുന്നത് ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. എൻ്റെ മേലുള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് അതിലൂടെ പ്രകടമാകുന്നത് എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ്. ഈ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം തന്നെ 18-19 വചനങ്ങളാണ്. നമ്മുടെ നെറ്റികളിൽ അഭിഷേചിച്ച വിശുദ്ധ തൈലത്തിൻ്റെ സുഗന്ധം ഇവിടെ ഇന്ന് ഈ രാത്രി നാം അനുഭവിക്കുന്നു എന്ന് പറയുകയാണ്. ഈ രാത്രിയിൽ പന്തക്കുസ്തായിൽ നമുക്കറിയാലോ, പരിശുദ്ധാത്മാവിൻ്റെ തൈല അഭിഷേകം അല്ലെ മാമോദീസായിലൂടെയും തൈലലേപനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരിക്കലിലുമൊക്കെ അതാണ് നാം അനുഭവിക്കുന്നത്. അത് നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയണം പന്തക്കുസ്താ തിരുനാളിൽ എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സകലതും നവീകരിക്കുന്ന ഈശോയുടെ ദൗത്യത്തിലേക്കാണ്, ദൈവരാജ്യത്തിലേക്കാണ് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും അഥവാ തൈലാഭിഷേകവും നമ്മെ ഐക്യപ്പെടുത്തുന്നത് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സ്നേഹം നമുക്ക് ഇടയാക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ സുഗന്ധം നാം പരസ്പരം മനസ്സിലാക്കും. പന്തക്കുസ്തായിലൊക്കെ സംഭവിക്കേണ്ട കാര്യമാണത്. ഇത് ഒരു രഹസ്യമാണ്. ധ്യാനത്തിലേക്കും അത്ഭുതത്തിലേക്കും നമ്മെ നയിക്കുന്ന രഹസ്യമാണത്. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. പന്തക്കുസ്തായുടെ ആ രാത്രി നമുക്കറിയാം, തൈലങ്ങൾ പൂശുന്ന സമയമാണ്. അത് മാമോദീസായിലാണ് സത്യത്തിൽ നടക്കുന്നത്. ആ കാര്യങ്ങൾ, ആ സുഗന്ധം ഓർമ്മിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം പന്തക്കുസ്താ തിരുനാളിൽ. പന്തക്കുസ്തായിൽ മറിയവും അപ്പസ്തോലന്മാരും അവരോടൊപ്പമുണ്ടായിരുന്ന ശിഷ്യരും 120 പേരോളം ഉണ്ടായിരുന്നുവെന്നാണല്ലോ നാം വായിക്കുന്നത്. തങ്ങളുടെ സകല നാനാത്വത്തിനിടയിലും അവരെല്ലാം വിഭിന്നമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അവർക്കുണ്ട്. വ്യത്യസ്തരായ വ്യക്തികളാണ്, നാനാത്വമാണ് അവരുടെ അസ്തിത്വത്തിൻ്റെ ഭാഗം. അതിൻ്റെ ഇടയിലും അവർക്ക് ഒന്നിപ്പിക്കുന്നത് എന്താണ്? ഏകകർത്താവായ ഈശോ മിശിഹായിൽ എന്നും ഉറപ്പോടെ നിലകൊള്ളുന്ന ഐക്യത്തിൻ്റെ ആത്മാവിനെ അവർ സ്വീകരിച്ചു. ഈശോയിൽ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് അവർ സ്വീകരിച്ചത്. ആദ്യ പന്തക്കുസ്തായിൽ അതാണല്ലോ സംഭവിച്ചത്. പലതരത്തിലുള്ള ദൗത്യങ്ങളല്ലായിരുന്നു, പ്രത്യുത ഏക ദൗത്യമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് വരങ്ങൾ വ്യത്യസ്തമായിരുന്നു, പക്ഷേ ദൗത്യം ഒന്നു തന്നെയായിരുന്നു. അവർ ഒരിക്കലും അന്തർമുഖരോ, തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നവരോ സ്വാർത്ഥരായിരിക്കുന്നവരോ, അതാണ് അതിൻ്റെ അർത്ഥം, അന്തർമുഖരോ പരസ്പരം കലഹിക്കുന്നവരോ ആയിരുന്നില്ല. അതാണ് ഈശോയിൽ ഒന്നായി നിലകൊണ്ടു. പ്രത്യുത ഉന്മുഖരും പരോന്മുഖരും ലോകത്തിലേക്ക് സത്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരും സന്തോഷം പ്രസരിപ്പിക്കുന്നവരുമായിരുന്നു അവർ എന്നതാണ് അവിടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം. വിശാലവും സ്വാഗതമരുളുന്നതുമായ ആശ്ലേഷത്തോടെ പത്രോസിൻ്റെ ചത്തുരം സഭയുടെ ഐക്യം ധീരമായ രീതിയിൽ ഗംഭീരമായി പ്രകടിപ്പിക്കുന്നു എന്നും പരിശുദ്ധ പിതാവ് ഇവിടെ പറയുകയാണ്. പത്രോസിൻ്റെ ആ ചത്തുരം നമുക്കറിയാം, ബസിലിക്കായുടെ ചത്തുരം നിർമ്മിതമാക്കിയിരിക്കുന്നത് എല്ലാവരെയും ആശ്ലേഷം ചെയ്യുന്ന രീതിയിലാണ്. അതിൻ്റെ 2 കരങ്ങൾ നീട്ടി പിടിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ ആ കല, ആർക്കിടെക്റ്റ് പ്രത്യേകം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ആ സ്ട്രക്ചർ അത് മാർപ്പാപ്പ ഇവിടെ പറയുകയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സഭ എന്ന കാര്യം പരിശുദ്ധ പിതാവ് പല പ്രാവശ്യം അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതും നമുക്ക് ഓർക്കാം. ഗംഭീരമായ രീതിയിൽ സഭയുടെ ഐക്യം അത് പ്രകടിപ്പിക്കുന്നു. നിങ്ങളുടെ വിവിധ സംഘടനകളിലും സമൂഹങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച ഒരു ഐക്യമാണിത് എന്നും
മാർപ്പാപ്പ പറയുകയാണ്. അവയിൽ പലതും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഫലമാണ്. ഇന്ന് ലോകത്ത് ഐക്യത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് നൽകപ്പെടുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സന്ദേശമാണത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നു. മാർപ്പാപ്പ തൻ്റെ അനുഭവം പറയുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ നമ്മൾ ഓർക്കുന്നു, പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തെ കണ്ട് ഹൃദയസ്പർശിയായി തോന്നിയപ്പോൾ ഞാൻ സിനഡാലിറ്റിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നിങ്ങളെല്ലാം കണ്ടപ്പോൾ സിനഡാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവ് സഭയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നത് പ്രകടിപ്പിക്കുന്ന ഏറ്റവും അനുയോജ്യമായ വാക്കാണത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുകയാണ്. സിനഡാലിറ്റി. ഫ്രാൻസിസ് മാർപ്പാപ്പ 3-4 കൊല്ലം നമ്മളെ ഈ ഒരു ഐക്യത്തിലേക്ക്, ഒന്നിപ്പിലേക്ക്, ഒന്നിച്ച് നടക്കുന്നതിലേക്ക് നമ്മളെ നയിക്കാൻ ശ്രമിച്ചു. അത് എൻ്റെ മനസ്സിൽ വന്നു എന്ന് മാർപ്പാപ്പ ഇവിടെ ഈ പ്രസംഗത്തിൽ എടുത്തു പറയുകയാണ്. ഗ്രീക്ക് പദമായ ഏറ്റവും അനുയോജ്യമായ ഗ്രീക്ക് പദമായ സിൻ, അതിൽ നിന്നാണ് അത് തുടങ്ങുന്നത് എന്നാണ് അതിനർത്ഥം. മാർപ്പാപ്പയുടെ എറ്റിമോളജിക്കൽ അർത്ഥങ്ങളിലേക്ക് പോവുകയാണ്. അത് ദൈവത്തിൻ്റെ ജീവിത രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുകയാണ്. ദൈവം ഏകനല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അവൻ്റെ ഒപ്പം അല്ലെങ്കിൽ കൂടെ ആണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം നമ്മോട് കൂടെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ദൈവം അതേസമയം സിനഡാലിറ്റി എന്ന പദം മുമ്പിലുള്ള പാതയെക്കുറിച്ച്, ഹോഡോസ് അതാണ് ഗ്രീക്ക് പദം, അതിനെക്കുറിച്ച് നമ്മോട് പറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? മാർപ്പാപ്പ പറയുകയാണ്, പരിശുദ്ധാത്മാവുള്ള സ്ഥലത്ത് ഒരു ചലനമുണ്ട്. പരിശുദ്ധാത്മാവ് എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സൃഷ്ടിയിൽ നമ്മളിത് കാണും. ആത്മാവ് ജലത്തിൻ്റെ മേൽ ചലിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതിന് വലിയ അർത്ഥം നമ്മൾ കാണുന്നത് പിന്നീടാണ്. നടത്തേണ്ട ഒരു യാത്രയാണത്. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. പാപ്പ പറയുകയാണ്, ഇത് നമ്മെ വേർതിരിക്കുന്നില്ല. പിന്നെയോ കുഴച്ച മാവിനുള്ളിൽ പുളിച്ചു പൊങ്ങാൻ സഹായിക്കുന്ന പുളിമാവ് എന്നതുപോലെ മനുഷ്യരാശിയുമായി നമ്മെ ഐക്യപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധ പിതാവ് നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സഭയുടെ ഒരു ദൗത്യമാണത്. കർത്താവിൻ്റെ കൃപയുടെ ഈ ജൂബിലി വർഷത്തിനും അതിൻ്റെ ഉള്ളിൽ ഈ പുളിപ്പിക്കലുണ്ട് എന്ന് മാർപ്പാപ്പ നമ്മളോട് പറയുന്നു. ഭിന്നിപ്പിക്കപ്പെട്ടതും പ്രശ്ന കലുഷിതവുമായ ഒരു ലോകത്തിൽ, അത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ഭിന്നിപ്പ് അവിടെ ഉണ്ട്, പ്രശ്ന കലുഷിതമാണിത്. ഈ ലോകത്തിൽ ഐക്യത്തിൽ ഒരുമിച്ച് നടക്കാൻ, ഞാൻ പറഞ്ഞല്ലോ അതാണ് ഒരുമിച്ച് നടക്കലാണ്. ഒരുമിച്ച് നടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവാണ് നമ്മളെ ഒന്നിച്ച് നടക്കാൻ പഠിപ്പിക്കുന്നത്. ഭൂമി വിശ്രമിക്കും, നീതി നടപ്പാക്കും, ദരിദ്രർ സന്തോഷിക്കും. അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വേട്ടക്കാരായി മേലിൽ പ്രവർത്തിക്കാതെ തീർത്ഥാടകരായി നാം പ്രവർത്തിക്കുകയും ചെയ്യും. ഇതൊക്കെ സംഭവിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴിയാണ്. എന്തൊക്കെയാണെന്നൂടെ പറയാം. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമി വിശ്രമിക്കും, നീതി നടപ്പാക്കും, ദരിദ്രർ സന്തോഷിക്കും, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും, വേട്ടക്കാരായി മേലിൽ പ്രവർത്തിക്കാതെ തീർത്ഥാടകരായി നാം പ്രവർത്തിക്കുകയും ചെയ്യും. മേലിൽ നാം ഓരോരുത്തരും നമുക്ക് വേണ്ടിയല്ല, പ്രത്യുത മറ്റുള്ളവരോടൊപ്പം ഒരുമിച്ച് നടക്കണം. പരിശുദ്ധ പിതാവിൻ്റെ സ്വപ്നമാണ് സഭ എന്നതിൻ്റെ അർത്ഥമാണത്. അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിയ ലേഖനം നമ്മെ പഠിപ്പിച്ചതുപോലെ പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിയ ലേഖനമാണ് അങ്ങേക്ക് സ്തുതി എന്നത്. ആ ചാക്രിയയിൽ നമ്മെ പഠിപ്പിച്ചതുപോലെ ആർത്തിയോടെ ലോകത്തെ ചൂഷണം ചെയ്യാതെ
നമ്മൾ ഓർക്കണം. അതിനെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മളെല്ലാം ഒന്നായി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. സഭാശാസ്ത്രപരമായി ഇതിനെ സിനഡാലിറ്റി എന്ന് പറയുന്നു. നാം എല്ലാവരും ഒന്നായി ജീവിക്കാൻ, അതാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതിൻ്റെ അർത്ഥം. അതിൻ്റെ സഭാശാസ്ത്രപരമായ നമ്മുടെ ക്രിസ്തീയ വീക്ഷണത്തിൽ അതിന് പറയുന്ന പേരാണ് സിനഡാലിറ്റി. നശിച്ചു പോകുന്ന ഏറ്റവും മൗലികവും യഥാർത്ഥവുമായിട്ടുള്ള സിദ്ധികളിലും നമുക്ക് പല സിദ്ധികളും നശിച്ചു പോകും. നശിച്ചു പോകുന്ന സകലതിലും നിന്ന് വിഭിന്നമായി കൂടുതൽ പൂർണ്ണമായി ഒന്നിൻ്റെ ഭാഗമാണ് നാമെന്ന് നമുക്ക് അനുഭവപ്പെടണമെന്നും നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ സമ്പത്ത് എന്നിവയെ നാം ഓരോരുത്തരും തിരിച്ചറിയണമെന്നും അത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. അതേക്കുറിച്ച് ചിന്തിക്കുക. ചിലപ്പോൾ അപകടകരവും എന്നാൽ എപ്പോഴും പരസ്പര ബന്ധിതവുമായ സഹവർത്തിത്വത്തിൻ്റെ രൂപത്തിൽ മാത്രമാണ് സകല സൃഷ്ടികളും നിലനിൽക്കുന്നത്. അങ്ങേക്ക് സ്തുതി എന്ന ഈ ചാക്രിയ ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ കാര്യമാണിത്. ഒരുമിച്ച് ജീവിക്കൽ എത്രമാത്രം വിവാദപരമായാലും ശരി, എപ്പോഴും ഒരുമിച്ചായിരിക്കൽ എന്ന നിലയിൽ മാത്രമേ നാം ചരിത്രമെന്ന് വിളിക്കുന്ന സഹവർത്തിത്വം സംഭവിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് ശക്തമായി പറയുന്നു. ഒരുമിച്ചായിരിക്കൽ നമുക്കറിയാം പലപ്പോഴും പ്രശ്നസങ്കീർണമാണ്. വഴക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. എന്നാൽ പോലും നമുക്കറിയാം സഹവർത്തിത്വം സംഭവിക്കുക എന്നത് ഈ ഒന്നിച്ച് ജീവിക്കലിൽ മാത്രമാണ്. അതിലൂടെയാണ് രൂപം കൊള്ളേണ്ടത്. അത് നമ്മുടെ ഒരു ദൗത്യമാണ്. അതിന് വിപരീതമായത് മാരകമാണ് പാപ്പ പറയുകയാണ്. പക്ഷേ സങ്കടകരമെന്ന വിധം നാം അതിന് ദിവസവും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മാരകമായ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ സമ്മേളനങ്ങളും സമൂഹങ്ങളും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പരിശീലന സ്ഥലങ്ങളായിരിക്കട്ടെ എന്ന് പരിശുദ്ധ പിതാവ് ആശംസിക്കുകയാണ്. മീറ്റിംഗ് കേവലം സ്ഥലങ്ങളല്ല, പ്രത്യുത ആത്മീയതയുടെ കേന്ദ്രങ്ങൾ ആണ്. ഈശോയുടെ ആത്മാവ് ലോകത്തെ പരിവർത്തന വിധേയമാക്കുകയാണ്. കാരണം അവൻ ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നവനാണ്. മനസാക്ഷികളെയും ഉപാധികളെയും നിയന്ത്രിക്കാനുള്ള പ്രലോഭനം, മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള പ്രലോഭനം, ശത്രുത, പരാതി പറച്ചിൽ തുടങ്ങിയ അകംബോധത്തെ നിഷേധിക്കുന്ന ജീവിതത്തിൻ്റെ ധ്യാനാത്മകമായ മാനത്തെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുവഴിയേ നമുക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള പ്രലോഭനവും ശത്രുതയും പരാതി പറച്ചിലൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ഇതെല്ലാം നമ്മെ തന്നെ തകർക്കുന്നതാണ്. സാധിക്കണമെങ്കിൽ നമുക്ക് ധ്യാനാത്മകതയെ മാനിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കണം. കർത്താവാണ് ആത്മാവ്. കർത്താവിൻ്റെ ആത്മാവുള്ള സ്ഥലത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം ഓർക്കണം. അത് പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കും. 3-ാം അധ്യായം 17 അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആധികാരികമായ ആത്മീയത, സമഗ്ര മാനവിക വികസനത്തിലേക്കും ഈശോയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിലേക്കും നമ്മെ പ്രബുദ്ധരാക്കും, നമ്മെ നയിക്കും. അതാണ് യഥാർത്ഥ ആത്മീയത. യഥാർത്ഥ ആത്മീയത സമഗ്ര മാനവികത, അതിൻ്റെ വികസനം സാധ്യമാക്കുന്നതാണ്. ഈശോയുടെ വാക്കുകൾ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. അതാണ് അത് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുമ്പോൾ എപ്പോഴും സന്തോഷമുണ്ടെന്നും സന്തോഷവും പ്രത്യാശയും ഉണ്ടാകുന്നു എന്നതും നമ്മൾ ഓർക്കണം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, മാർപ്പാപ്പ തുടരുകയാണ്. സുവിശേഷവൽക്കരണം നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണത്.
സുവിശേഷവൽക്കരിക്കുക എന്നത്. സുവിശേഷവൽക്കരണം ലോകം കീഴടക്കാനുള്ള നമ്മുടെ ശ്രമമല്ല. അതാണ് ഓർക്കേണ്ടത്. നമ്മളെപ്പോഴും കത്തോലിക്ക വീക്ഷണത്തിൽ, ക്രിസ്തീയ വീക്ഷണത്തിൽ ലോകം കീഴടക്കാൻ നമ്മുടെ ശ്രമമല്ല. പ്രത്യുത ദൈവരാജ്യത്താൽ രൂപാന്തരപ്പെട്ട ജീവിതത്തിൽ നിന്ന് പ്രസരിക്കുന്ന അനന്തമായ കൃപയാണ് സുവിശേഷവൽക്കരണം. അതാണ് സുവിശേഷം ജീവിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങളാൽ രൂപാന്തരപ്പെട്ട ആ ജീവിതത്തിൽ നിന്ന് പ്രസരിക്കുന്ന അനന്തമായ കൃപയാണ്. അതാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. സുവിശേഷ ഭാഗ്യങ്ങളുടെ മാർഗമാണത്. കർത്താവ് സുവിശേഷ ഭാഗ്യങ്ങൾ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് നീങ്ങേണ്ട പാതയാണത്. തീർത്ഥാടകരാണ് നാം എന്ന് പറഞ്ഞല്ലോ. അത് ആ പാതയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. മുമ്പേ ഉള്ളവർക്കും ഇനിയും ആയിട്ടില്ലാത്തവർക്കും ഇടയിലുള്ള ഒരു പാതയാണ് നമ്മളിന്ന് നയിക്കുന്നത്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ അതാണ് ആ പാത. ആത്മാവിൽ ദരിദ്രരുടെ, കരുണയുള്ളവരുടെ, ഹൃദയശുദ്ധിയുള്ളവരുടെ, സമാധാനം സ്ഥാപിക്കുന്നവരുടെ പാതയാണ് നാം നടക്കേണ്ട പാത. തീർത്ഥാടന പാത അതാണ് ഈ കാലഘട്ടത്തിൽ. അതാണ് നമ്മുടെ ആത്മീയത, നമ്മൾ മറക്കരുത്. പിന്തുടരാൻ നമുക്ക് ശക്തരായ രക്ഷാധികാരികളുടെ ആവശ്യമില്ല. ശക്തരെ നമുക്ക് വേണ്ട എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ലൗകികമായ ഒത്തുതീർപ്പുകളിലൂടെയോ വൈകാരികമായ ഉപായങ്ങളുടെയോ ആവശ്യമില്ല, അതുമില്ല നമുക്ക്. പിന്നെ എന്താണ് നമുക്ക് ആവശ്യം? സുവിശേഷവൽക്കരണം എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് സുവിശേഷവൽക്കരണം നടത്തുന്നത് നമ്മിലൂടെ. അപ്പം ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവരാജ്യത്തിലേക്ക് തുറവുള്ളവരാകുക, ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ അനുഭവിച്ചറിയുക, അവയ്ക്കാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഒരു സമയത്ത് അത് നമ്മിലൂടെ സംഭവിക്കുകയാണെങ്കിൽ അത് സാധ്യമാക്കുന്ന ബന്ധങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. നമ്മൾ സുവിശേഷം ജീവിക്കുന്ന അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ സുവിശേഷവൽക്കരിക്കും. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയണമെന്നും പാപ്പ പറയുകയാണ്. അതിനാൽ നിങ്ങളുടെ സിദ്ധികളെ വിനിയോഗിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഇടവക സമൂഹങ്ങൾ, അവിടെയൊക്കെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വ്യക്തിഗത സഭകൾ, ഇൻഡിവിജ്വൽ ചർച്ചസ്, ഓരോ സഭയും പ്രത്യേകമായ സഭകൾ നമുക്കെല്ലാം ഉണ്ടല്ലോ. ഇവിടെയൊക്കെയാണ് നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിവ ഓരോന്നിനോടും ആഴമേറിയ ബന്ധമുള്ളവരായിരിക്കുക നാം. അവരോട് ബന്ധപ്പെട്ടാണ് സുവിശേഷവൽക്കരണം നടക്കേണ്ടത്. അതിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. മെത്രാന്മാരോടൊപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മറ്റ് അംഗങ്ങളോടുമുള്ള സഹകരണത്തിൽ നാം ജീവിക്കണം. അപ്പോൾ നാം എല്ലാവരും ഏകദാനതയോടെ ഒന്നായി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിനെ നാം ഒരുമിച്ച് അനുസരിക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഈശോയുടെ ജീവിതം മുഴുവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ടു എന്നാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പലതും ആത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല. അതാണ് പ്രശ്നം. നമ്മുടെ പരാജയം അതാണ്. തകർച്ചയുടെ കാരണം അത് തന്നെയാണ്. കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ നാം ഒരുമിച്ച് അനുസരിക്കുമെങ്കിൽ മാനവികത നേരിടുന്ന വെല്ലുവിളികൾ അത്രയ്ക്ക് ഭീതിജനകമായിരിക്കുകയില്ല എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഭാവി അത്രമാത്രം ഇരുളടഞ്ഞതുമായിരിക്കുകയില്ല. വിവേചിച്ചറിയൽ അത്രയധികം സങ്കീർണവുമായിരിക്കില്ല. ഇന്നത്തെ പ്രശ്നം എന്താണ് എന്ന് വിലയിരുത്താനും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അത് ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിലൂടെ നയിക്കുന്നത്. പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള സയാന പ്രാർത്ഥനയിലാണ് മാർപ്പാപ്പ ഈ സന്ദേശങ്ങൾ പങ്കുവെച്ചത്. മാർപ്പാപ്പ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് സഭയുടെ മാതാവും അപ്പസ്തോലന്മാരുടെ രാജ്ഞിയുമായ മറിയം നമുക്ക് വേണ്ടി ഈ കാര്യത്തിൽ മാധ്യസ്ഥ്യം വഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാതാവിൻ്റെ ഒരു ഇടപെടൽ, മാധ്യസ്ഥ്യം നമുക്കറിയാം, തീർച്ചയായും പറയാൻ സാധിക്കും ആത്മാവിനെ എല്ലാവരിലേക്കും സഭയിലേക്കും വർഷിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്നും അത് തന്നെയാണ് മാർഗം. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. മറ്റൊരു സന്ദേശവുമായി
അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാ മംഗളങ്ങളും നേരുന്നു.